നമസ്കാരം, ഞാൻ ആസർ പന്നാട്. ചാനൽ 5+ലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 2 നിയോജകമണ്ഡലങ്ങൾ, കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു 3 നിയോജകമണ്ഡലങ്ങളിൽ മാത്രമാണ് ശക്തമായ ഒരു മത്സരം നടക്കുന്നത്. മറ്റുള്ളവർക്ക് ആരൊക്കെ ജയിക്കുമെന്ന് നമുക്ക് ഏകദേശം മുൻകൂട്ടി ഒരു ധാരണയുണ്ട്. എന്നാൽ ഉത്തര മലബാറിലെ വടകര ആര് ജയിക്കുമെന്നൊരു പ്രവചനം നമുക്ക് മുൻകൂട്ടി നടത്തുക പ്രയാസമായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു തൃശ്ശൂരും. അത് സുരേഷ് ഗോപി എടുക്കോ, മുരളി എടുക്കോ, അല്ലെങ്കിൽ അത് സുനിൽകുമാറിന് കൊടുക്കുമോ എന്നൊന്നും പറയാൻ പറ്റില്ലായിരുന്നു. അതേപോലെ മറ്റൊരു പ്രസ്റ്റേജ് മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് നമ്മുടെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരം. ഇവിടെ നമുക്കറിയാം, സിറ്റിംഗ് MP ശശി തരൂരും കേന്ദ്രമന്ത്രിയും കർണാടകയിൽ നിന്നുള്ള രാജ്യസഭാ അംഗവും കൂടിയായ രാജീവ് ചന്ദ്രശേഖറും മുൻ MP ആയ പന്ന്യൻ രവീന്ദ്രനും തമ്മിലുള്ള വാശിയേറിയ ഒരു മത്സരമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. വ്യക്തിപരമായി യാതൊരു വിവാദത്തിലും ചെന്ന് ചാടാത്ത, സാധാരണക്കാരിൽ സാധാരണക്കാരനായ, അഴിമതിയുടെ കറ പിരളാത്ത പന്ന്യൻ രവീന്ദ്രനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം മുന്നേ തിരുവനന്തപുരത്തെ MP ആയിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും ഒരു മോശം അഭിപ്രായം ഒരാൾക്ക് പോലും പറയാനില്ല. ഒരു അഴിമതിക്കാരനല്ല, ഒരു ജാടയില്ല, സാധാരണക്കാരനോടൊപ്പം ട്രെയിനിൽ 3-ാം ക്ലാസ് യാത്ര ചെയ്യുന്ന, സാധാരണക്കാരോടൊപ്പം നടക്കുന്ന, സാധാരണക്കാരൻ്റെ വേഷഭൂഷാദികളുള്ള പന്ന്യൻ രവീന്ദ്രന് അദ്ദേഹം നല്ലൊരു സ്ഥാനാർത്ഥിയാണ് തിരുവനന്തപുരത്ത്. പക്ഷേ വ്യക്തിപരമായി അദ്ദേഹത്തിന് കുറച്ച് വോട്ടുകൾ കിട്ടുമെങ്കിലും ഒരിക്കലും തന്നെ തിരുവനന്തപുരം പോലെ ഒരു മണ്ഡലത്തിൽ മറ്റ് 2 പേരുടെയും സ്വാധീനത്തെ മറികടക്കാൻ പാവപ്പെട്ട പന്ന്യൻ രവീന്ദ്രന് കഴിയുകയില്ല. മാത്രമല്ല, ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരെയുള്ള വിരുദ്ധ വികാരം മറ്റേതൊരു മണ്ഡലത്തെക്കാളും പ്രകടമാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ. ഇടതും വലതുമായ ഒരുപാട് മുഖ്യമന്ത്രിമാരെയും മന്ത്രിസഭയും കണ്ട തിരുവനന്തപുരം യാതൊരു ക്രമസമാധാന പ്രശ്നങ്ങളുമില്ലാതെ കേരളത്തിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെപ്പോലും നാണിപ്പിക്കും വിധം 40ഓളം അകമ്പടി വാഹനങ്ങളും സായുധ പോലീസിൻ്റെ അകമ്പടിയും സേവിച്ചുകൊണ്ടുള്ള പിണറായിയുടെ എഴുന്നള്ളിപ്പ് സാധാരണ നാട്ടിൻ പുറത്തുകാർക്ക് ചിലപ്പോൾ അതൊരു കൗതുക കാഴ്ചയായിരിക്കും. പക്ഷേ തിരുവനന്തപുരത്തുകാരത് എന്നും കാണുന്ന തിരുവനന്തപുരത്തുകാർ അതൊരു അവജ്ഞയോടെയാണ് നോക്കിക്കാണുന്നത്. ഉറക്കമൊഴിച്ച് കഷ്ടപ്പെട്ട് PSC പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയിട്ടും നിയമനം ലഭിക്കാത്തതിൻ്റെ പേരിൽ പ്രതിഷേധ സമരം നടത്തി മുട്ടിലെഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമരക്കാരെ തിരുവനന്തപുരത്ത് നമ്മൾ കാണണം. അതുപോലെ തന്നെ ഒരുപാട് സമരങ്ങൾ, വളരെ പ്രയാസപ്പെട്ട ആളുകൾ പെൻഷന് വേണ്ടി, മറ്റാനുകൂല്യങ്ങൾക്ക് വേണ്ടി, അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന തിരുവനന്തപുരക്കാർ എന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവരൊന്നും പരിഗണിക്കാതെ അവരുടെ മുമ്പിലൂടെ അവജ്ഞയോടെ കടന്നു പോകുന്ന പിണറായിയെക്കുറിച്ച് അവിടെയുള്ള ആളുകൾക്ക് വളരെ മോശമായ ഒരു അഭിപ്രായമാണുള്ളത്. ലക്ഷങ്ങളുടെ പശുത്വെടുത്തും മന്ദിരങ്ങളുടെ മതിലുകൾ പോലും ഉയരം കൂട്ടുന്നതുമൊക്കെ നേരിൽ കണ്ടും അറിഞ്ഞും ഉണ്ടും ഉറങ്ങിയും ഉണർന്നു നിൽക്കുന്ന തിരുവനന്തപുരത്തുകാർ, പ്രത്യേകിച്ച് ഒരു അട്ടിയ ചായ്വ് കാണിക്കാത്ത നിഷ്പക്ഷമതികളായ വലിയൊരു ജനവിഭാഗം വോട്ടർമാരുണ്ട് തിരുവനന്തപുരത്ത്. ശശി തരൂരിൻ്റെ വരവിന് മുമ്പ് ഇതിലധികവും ലഭിച്ചിരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കായിരുന്നു. മാത്രമല്ല, ഇടതുപക്ഷ സഹയാത്രികരായ വലിയൊരു വിഭാഗം ബുദ്ധിജീവികളുടെയും സാംസ്കാരിക നായകന്മാരുടെയൊക്കെ വോട്ടായിരുന്നു CPMൻ്റെ ശക്തി സ്രോതസ്സായിരുന്നു ഒരു കാലത്ത്. അതൊക്കെ ഇന്ന് അതിവലിയൊരു വിഭാഗം BJP പാളയത്തിലെത്തിക്കഴിഞ്ഞു. ഈ വോട്ടുകൾ കൂടെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് IT ഭീമൻ എന്ന പട്ടം ചാർത്തി രാജീവ് ചന്ദ്രശേഖർ BJP തിരുവനന്തപുരത്ത് കെട്ടിയിറക്കുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന ഒരുപാട് പ്രൊഫഷണൽ ടീം, അവർ നല്ലൊരു മാർക്കറ്റിംഗ് ടീമിൻ്റെ അവരുടെ ചിട്ടയായ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ മീഡിയകളുടെ സ്വാധീനവും പണം വാരി എറിഞ്ഞുകൊണ്ടുള്ള പ്രചരണ കോലാഹലങ്ങളുമൊക്കെ വോട്ടർമാരിൽ നല്ലൊരു ഓളമുണ്ടാക്കാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞിട്ടുണ്ട്. BJP ഏറെ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന തീരപ്രദേശങ്ങളിലെ ക്രിസ്ത്യൻ വോട്ടുകൾ ഈ മണിപ്പൂരിൻ്റെയും മറ്റും പശ്ചാത്തലത്തിൽ BJP ഉദ്ദേശിച്ചത്ര അവർക്ക് കിട്ടാൻ സാധ്യതയില്ല. തിരുവനന്തപുരം സീറ്റ് പ്രതീക്ഷിച്ച് ഒരു സ്ഥാനാർത്ഥിയാകുമെന്ന് കാത്തിരുന്ന ചില BJP നേതാക്കൾക്കും രാജീവ് ചന്ദ്രശേഖരൻ്റെ വരവ് അത്ര പിടിച്ചിട്ടില്ല. മാത്രമല്ല, കേന്ദ്രമന്ത്രി എന്ന നിലക്ക് ഒരു കാര്യമായ ഒരു കഴിവ് തെളിയിക്കാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞിട്ടുമില്ല.
എന്നാൽ ഇനി ശശി തരൂരിനെ കുറിച്ച് പറയുമ്പോൾ കോൺഗ്രസിൻ്റെ ഒരു വിഭാഗത്തിൻ്റെ അതൃപ്തി ശശി തരൂരിനെതിലുണ്ട്. അതിനെല്ലാം മറികടക്കുന്ന നിഷ്പക്ഷ വോട്ടുകൾ ശശി തരൂരിൻ്റെ പെട്ടിയിൽ വീഴും. ശശി തരൂരിൻ്റെ പല പ്രവൃത്തികളും പ്രസ്താവനകളൊക്കെ അനുചിതമായി എന്ന് നമുക്ക് തോന്നാറുണ്ടെങ്കിലും തിരുവനന്തപുരത്തെ ഒരു വിഭാഗത്തിൻ്റെ തൃപ്തിയായിരുന്നു സത്യത്തിൽ അതിൻ്റെ പിന്നിൽ. ഫലസ്തീൻ പ്രശ്നത്തിലും മറ്റുമൊക്കെ ശശി തരൂരിൻ്റെ അനവസരത്തിലുള്ള പ്രസ്താവനകൾ ന്യൂനപക്ഷങ്ങളുടെ എതിർപ്പ് ഉണ്ടാക്കിയെങ്കിലും മറുവശത്ത് BJPയുടെ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് എല്ലാ എതിർപ്പുകളും മറന്നുകൊണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ ശശി തരൂരിന് തന്നെ ലഭിക്കും. ഗ്രൂപ്പിസത്തിൻ്റെ പേരിൽ കുറച്ച് കോൺഗ്രസിൻ്റെ വോട്ടുകൾ ശശി തരൂർ നഷ്ടപ്പെടുമെങ്കിലും BJPയിൽ നിന്നടക്കമുള്ള ഒരു വലിയ വിഭാഗത്തിൻ്റെ വോട്ട് എന്നും ശശി തരൂരിനൊപ്പമുണ്ട്. മൊത്തത്തിൽ രാജീവ് ചന്ദ്രശേഖരനും ശശി തരൂരും തമ്മിലുള്ള മത്സരത്തിൽ ശശി തരൂരിനെതിരെ ഒരു കനത്ത വെല്ലുവിളി ഉയർത്താൻ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും അവസാന വിജയം ശശി തരൂരിന് തന്നെയായിരിക്കും.